അസുരവിത്ത് എന്ന നോവലിൻ്റെ 60-ാം ഭാഗമാണ് നമ്മൾക്കിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കണ്ടേ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ആൻസി റിൻസിയുടെ വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളും ഫോൺ നമ്പർ കിട്ടിയ കാര്യവും വിളിക്കാൻ അനുവാദം കിട്ടിയ കാര്യവും ഞായറാഴ്ച തന്നെ സോജനോട് വിളിച്ചു പറഞ്ഞു. തൽക്കാലത്തേക്ക് ഹംസത്തിൻ്റെ കടമ കഴിഞ്ഞു. ഇനി പദ്ധതികൾ തയ്യാറാക്കിക്കൊള്ളുക. എന്നോട് വിളിച്ചു പറഞ്ഞേക്കുക. ഞാനത് തഞ്ചത്തിൽ വിളിച്ച് അവളെ അറിയിച്ചു കൊള്ളാം. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ യാതൊരു ഇടപാടുകളും നേരിട്ടില്ല. എല്ലാം ഞാൻ മുഖാന്തരമാണ്. കാര്യം മറക്കരുത്, ഞാനാണ് ഏജൻറ്റ്. മുഴുവൻ കമ്മീഷനും എനിക്ക് തന്നെ വേണം. ഇല്ല, അതേതായാലും മറക്കില്ല. ഹംസം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഉപകാരവും മറക്കില്ല. അത് ഓർമ്മയുണ്ടായാൽ മാത്രം പോരാ. എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായം ചിലപ്പോൾ ആൻസിക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ മടിക്കാതിരുന്നാൽ മതി. കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിൽ വന്നപ്പോഴാണ് ആൻസി സോജനോട് ഈ കാര്യം പറഞ്ഞത്. അല്പനേരം മാത്രമേ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു നിന്നുള്ളൂ. പറയാനുള്ള കാര്യം പറഞ്ഞ് അവർ പള്ളിയിൽ നിന്നും പിരിഞ്ഞു. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് റിൻസി കണ്ടിരുന്നു. ഇന്നലത്തെ കാര്യമായിരിക്കും പറയുന്നത് എന്നതുകൊണ്ട് അവൾ മനസ്സാലെ ചിരിച്ചുകൊണ്ട് അമ്മയുടെ കൂടെ അനുസരണയുള്ള ഒരു കുട്ടിയായി വീട്ടിലേക്ക് പോന്നു. സോജൻ്റെ നീക്കങ്ങളെല്ലാം പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു. ചടുലമായി പ്രവർത്തിക്കേണ്ട സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. എല്ലാ നീക്കങ്ങൾക്കും അവൻ്റെ മുതലാളി പൈലോച്ചൻ പരിപൂർണ പിന്തുണയുമായിരുന്നു. അയാൾക്ക് എങ്ങനെയെങ്കിലും ചെറിയാച്ചനെ പരാജയപ്പെടുത്തി കാണണം. അതുമാത്രമേ അയാളുടെ ലക്ഷ്യമുള്ളൂ. എന്നാൽ സോജന് ഒരു കാരണവശാലും ചെറിയാച്ചൻ പരാജയപ്പെടണം എന്ന് ആഗ്രഹമില്ല. പക്ഷേ റിൻസി തൻ്റേതാകണം എന്ന ആഗ്രഹമുണ്ട്. അതിന് എതിര് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ചെറിയാച്ചനോട് അല്പമെങ്കിലും പരിഭവമുള്ളത്. ദേഷ്യം ഒട്ടുമില്ല. താല്പര്യം എന്തു തന്നെയാണെങ്കിലും പൈലോച്ചായൻ്റെ സഹായം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. വീട്ടിൽ നിന്നും റിൻസി ഇറങ്ങി വന്നാൽ അന്ന് തന്നെ രജിസ്റ്റർ മാരേജ് നടത്തണം. അതിനും പൈലോച്ചായൻ്റെ സഹായം വേണം. കഴിയുമെങ്കിൽ അടുത്ത ഒരു ദിവസം തന്നെ പള്ളിയിൽ വെച്ച് വിവാഹം നടത്തണമെന്നുമായിരുന്നു ആഗ്രഹം. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴാണ് ഒരു തടസ്സം സീനായി മല പോലെ മുമ്പിൽ വന്നു നിന്നത്. അത് നേരത്തെ ഓർത്തുമില്ല. വിവാഹം നടക്കണമെങ്കിൽ ഒരു തവണയെങ്കിലും പള്ളിയിൽ വിളിച്ചു ചൊല്ലണം. അത് മാത്രവുമല്ല, ഇടവകയിൽ നിന്നുള്ള മാമോദീസ കുറി ലഭിക്കുകയും വേണം. അങ്ങനെ ലഭിക്കണമെങ്കിൽ തീർച്ചയായും വീട്ടുകാർ വിവരമറിയാതെ പറ്റില്ല. അതുകൊണ്ട് അക്കാര്യം തൽക്കാലം ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പൈലോച്ചായൻ പറഞ്ഞു. റിൻസിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകാനും മറ്റു കാര്യങ്ങൾക്കുമായി പൈലോച്ചൻ തന്നെ വാഹനവും ആൾക്കാരെയും വിട്ടുകൊടുത്തു. ഏതായാലും ഒരു കാര്യത്തിന് പോവുകയല്ലേ, എന്താണ് സംഭവിക്കുക എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ആൾക്കാർ 2-3 പേരെ കൂടി സോജൻ കൂടെ കൂട്ടിക്കോ. പോകുന്ന വഴി പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവന്മാർ കൈകാര്യം ചെയ്തോളും. മിടുക്കന്മാരാ. നീ ശരീരത്തിൽ പൊടി പറ്റിക്കാൻ പോലും പോകണ്ട. അങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരിക്കാം. എന്നാലും ഒരു കരുതൽ. ഒരു വഴി പോകുമ്പോൾ ഒരു വെടിക്കുള്ള മരുന്ന് കരുതുന്നത് നല്ലതാടാ. മുന്നൊരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. രജിസ്റ്റർ ഓഫീസിൽ വിവരം പറഞ്ഞു. അധികമാരും കാണാതെ ഒരു സ്ഥലത്ത് 2 പേരുടെയും പേരും പടവും വെച്ച ഒരു പരസ്യവും ഇട്ടു. എപ്പോൾ വേണമെങ്കിലും എടുത്തു മാറ്റാവുന്നത് പോലെ ഒരു ബോർഡ് മുകളിൽ ചാരി വെച്ചു. ഇനിയിപ്പോൾ ആരും കാണില്ല. അത് അറിയാതെ മുകളിൽ വീണതുപോലെയേ തോന്നൂ. വേണ്ട സമയത്ത്
നമുക്ക് ബോർഡ് മാറ്റിവെച്ചാൽ നല്ല സ്റ്റൈലിൽ ഒരു പരസ്യം എല്ലാവർക്കും കാണാവുന്നതുപോലെ അവിടെ ഒട്ടിച്ചിരിക്കുന്നു. പരസ്യം ഒട്ടിച്ചിട്ട് കുറേ നാളായി. മറച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ഇതുവരെ ഒരു പൂച്ചക്കാളി പോലും അത് കണ്ടിട്ടില്ല. കണ്ടില്ലെങ്കിലും സാരമില്ല, പരസ്യം ഒട്ടിക്കണം എന്നതാണ് പ്രധാനം. നിയമപ്രകാരം പറഞ്ഞിരിക്കുന്ന കാലാവധി പരസ്യത്തിന് ഏകദേശം പൂർത്തിയായി. ഇതുവരെയും ആരും കണ്ടിട്ടില്ല എന്നുള്ളത് ആരും പരിഗണിക്കുന്ന പ്രശ്നമേ അല്ല. എല്ലാം കൊണ്ടും ചേരുന്ന ദിവസമാണ് വരുന്ന ആഴ്ചയിലെ വ്യാഴാഴ്ച. അന്ന് വീട്ടിൽ പോയി റിൻസിയെ വിളിച്ചിറക്കി കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു. അന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള മുൻ തീരുമാനത്തിൽ മാറ്റമില്ല. അന്തിമമായി ഒരു തീരുമാനത്തിൽ സോജൻ എത്തിച്ചേർന്നു. വിവരം എത്രയും വേഗം ആൻസിയെ വിളിച്ചു പറഞ്ഞു. ആൻസി ആ വിവരം റിൻസിയെയും അറിയിച്ചു. റിൻസിയിൽ നിന്ന് ലഭിച്ച മറുപടി സോജനെ അറിയിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയോടുകൂടി അവിടെ എത്തും എന്നും അപ്പോഴേക്കും തയ്യാറായിരിക്കണം എന്നുമാണ് റിൻസിയെ അറിയിച്ചത്. ആ സമയത്താണെങ്കിൽ അക്കാമ്മ അടുക്കളയിൽ തിരക്കിട്ട പണിയായിരിക്കും. വണ്ടി ചെന്ന വിവരം അറിഞ്ഞാൽ തന്നെ ചെറിയാച്ചൻ എത്തിയതാണ് എന്നേ വിചാരിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് വന്ന് നോക്കുക പോലും ചെയ്യില്ല. ചെറിയാച്ചനാണ് വന്നതെങ്കിൽ വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമല്ലോ. ഏതായാലും ഇറങ്ങി വരാൻ തീരുമാനിച്ചതല്ലേ. ആ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അമ്മച്ചി തടസ്സം പറഞ്ഞാലും തിരിച്ചു പോകില്ല എന്നാണ് അവളുടെ തീരുമാനം. അത് ഏതായാലും നന്നായി. ധൈര്യമായി കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലാമല്ലോ. സോജനെ സംബന്ധിച്ചിടത്തോളം നല്ല ടെൻഷനുള്ള ദിവസങ്ങളായിരുന്നു. പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഇത്ര നാളും സ്നേഹിച്ചു വളർത്തിയ ഒരു കുട്ടിയെ അവരുടെ രണ്ടുപേരുടെയും അനുവാദമില്ലാതെ കൂട്ടിക്കൊണ്ടുവരിക എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രൂരതയാണ്, വേണ്ടാധീനമാണ്. എന്നാൽ സ്നേഹിച്ച മനസ്സുകളെ വേർപെടുത്തുക എന്ന് പറയുന്നത് അതിലും ക്രൂരതയല്ലേ? അതിപ്പോൾ മാതാപിതാക്കളാണേൽ പോലും ചെയ്യാൻ പാടില്ലാത്തതല്ലേ? ഒന്നായി ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ് പൈലോച്ചൻ പറഞ്ഞത്. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. പൈലോച്ചൻ്റെ 2 ആൾക്കാർ വ്യാഴാഴ്ച രാവിലെ മുതൽ ചെറിയാച്ചൻ്റെ ജ്വല്ലറിയുടെ മുമ്പിൽ അയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കാത്തുനിന്നു. അപ്രതീക്ഷിതമായി അയാളെങ്ങാനും ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലോ? ആ സമയത്ത് തന്നെ സോജനും കൂടി അവിടെ ചെല്ലുന്ന സാഹചര്യം ഒഴിവാക്കുകയാണല്ലോ നല്ലത്. അതുകൂടി മുന്നിൽ കണ്ടാണ് അവിടെ കാവലിന് ആളെ ഏർപ്പാടാക്കിയത്. ഒരു കശവിശ ഒഴിവാക്കാൻ കഴിയുമല്ലോ. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഒന്നും സംഭവിച്ചില്ല. ചെറിയാച്ചൻ ഉച്ചവരെ എങ്ങോട്ടും പോകുന്നുമില്ലായിരുന്നു. അന്ന് ഉച്ചയായപ്പോഴേക്കും കടയിൽ ഒരുവിധം തിരക്കും വന്നു. അതുകൊണ്ടെന്തായാലും ഒരു കാരണവശാലും അന്നത്തെ ദിവസം അയാൾ പുറത്തിറങ്ങില്ല. അത്രയും ആളുകളെ പറഞ്ഞു വിട്ടതിന് ശേഷം അല്ലാതെ. അന്ന് കാര്യം പറഞ്ഞാൽ അപർണ ജ്വല്ലറിയിലും നല്ല തിരക്കായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം സോജനെ പൂർണ്ണമായും പൈലോച്ചൻ ഒഴിവാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ആലോചിച്ച കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കാൻ കടയിലെ തിരക്ക് ഒരു കാരണവശാലും തടസ്സമാകരുത് എന്നാണ് പൈലോച്ചൻ്റെ തീരുമാനം. സോജൻ്റെ വീട്ടിൽ കാര്യം അറിയിച്ചിരുന്നു. എന്നാലും കാര്യങ്ങൾ ചെയ്യുന്നത് ഈ രീതിയിലാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല. അപ്രതീക്ഷിതമായി സോജൻ്റെ മാതാപിതാക്കൾ ഈ കാര്യത്തിന് എതിരാണ് പറഞ്ഞത്. അവരുടെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് വിറച്ചിറക്കി കൊണ്ടുവന്ന് കല്യാണം കഴിക്കുന്നത് ശരിയല്ല എന്നാണ്. അത് ഒഴിവാക്കാൻ പറഞ്ഞു. നിന്റെ പെങ്ങന്മാരിൽ ഒരാളെ ഇതേപോലെ കൊണ്ടുപോയാൽ നിനക്കിഷ്ടപ്പെടുമോ എന്നാണ് അമ്മ ചോദിച്ചത്. ശരിയാണ്, തനിക്കിഷ്ടപ്പെടില്ല. എന്നാൽ ഞാനൊരു കാരണവശാലും അവരുടെ അഭിപ്രായത്തിനും അവരുടെ ഇഷ്ടത്തിനും എതിര് നിൽക്കുകയും ഇല്ല. അങ്ങനെ നിന്നാൽ മാത്രമല്ലേ ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഒരുമിച്ച് ജീവിക്കേണ്ടത് അവരാണല്ലോ.
ഗുണവും ദോഷവും അനുഭവിക്കേണ്ടതും അവരല്ലേ. അവർക്ക് തീരുമാനമെടുക്കാനുള്ള പ്രായവും പക്വതയും വന്നു കഴിഞ്ഞതല്ലേ. പിന്നെ അവർ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഗുണദോഷങ്ങൾ അവർ അനുഭവിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവരുടെ വഴിക്ക് വിടുകയാണ് നല്ലത്. അതിന് വെറുതെ മസിൽ പിടിച്ച് തടസ്സം നിന്ന് മോശമാകുന്നതിനേക്കാൾ ഭേദം അതാണ് എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് അമ്മച്ചി എതിര് പറഞ്ഞാലും ഞാൻ ഈ തീരുമാനവുമായി തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ എൻ്റെ തീരുമാനത്തെ പരാജയപ്പെടുത്താൻ ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്നാൽ മതി. അവർക്ക് സ്വന്തമായി ഉപദ്രവങ്ങളൊന്നും ചെയ്യാൻ കഴിയുകയും ഇല്ലായിരുന്നു. അല്പം ഭയം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറഞ്ഞത് തന്നെ. ചെറിയാച്ചൻ ആ നാട്ടിലെ സമ്പന്നനാണ്. ബ്ലേഡ് ബിസിനസ് അടക്കം സകല പ്രസ്ഥാനങ്ങളിലും ഉള്ളയാളാണ്. ധാരാളം ആൾബലവുമുണ്ട്. അങ്ങനെയുള്ള ഒരാളിനോട് ഏറ്റുമുട്ടേണ്ടി വരിക എന്നാൽ അത് ഗുണമാവില്ല. അതുകൊണ്ട് അയാളെ പിണക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം തങ്ങളുടെ മകന് ദോഷം ചെയ്യും എന്ന ഭയമാണ് അവരെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത്. അല്ലാതെ റിൻസിയെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിൽ പോലും റിൻസിയെ അവർക്ക് വളരെ ഇഷ്ടമാണ്. അവളെ മരുമകളായി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുമുണ്ട്. എന്നാലും അത് അവനോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. സോജൻ വിവരം പറഞ്ഞിട്ട് പോന്നപ്പോൾ മുതൽ രണ്ടുപേരും കുഴപ്പമൊന്നുമില്ലാതെ അവൻ്റെ കാര്യങ്ങൾ നടക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് സോജനും ബാക്കി 3 പേരും കൂടി മാനന്തവാടിയിൽ നിന്നും പുറപ്പെട്ടു. ദൈവത്തിന് മുമ്പിൽ കുറ്റബോധമുണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. എങ്കിൽ പോലും പോകുന്നതിന് മുൻപ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടാണ് സോജൻ പോയത്. താൻ ആശിച്ചു പോയതുകൊണ്ടല്ലേ എന്ന് തമ്പുരാനോട് പ്രത്യേകം പറഞ്ഞു. കർത്താവിൻ്റെ മുഖത്തൊരു ചിരി. എന്താണാവോ അതിൻ്റെ അർത്ഥം? ആർക്കറിയാം. അവർ റിൻസിയുടെ വീട്ടുവാതിൽക്കൽ ചെല്ലുമ്പോൾ വീടിന് മുൻവശത്തായി ആരും ഉണ്ടായിരുന്നില്ല. അവർ ഗേറ്റിന് പുറത്തെത്തിയപ്പോഴേക്കും തന്നെ 1-ാം നിലയിൽ നിൽക്കുന്ന റിൻസിയെ കണ്ടു. പോരാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. അവിടെ നിന്നും യാതൊന്നും എടുത്തുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കയ്യിൽ ഒരു പെട്ടി പോലുമില്ല. സാധാരണഗതിയിൽ അവൾ കോളേജിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ബാഗ് മാത്രം. അതിൽ കൂടിപ്പോയാൽ 1-2 ജോഡി ഡ്രസ്സ് കാണും. സോജൻ വാഹനത്തിൽ നിന്നിറങ്ങി ഗേറ്റിന് പുറത്ത് തന്നെ നിന്നു. അപ്പോഴേക്കും റിൻസി 1-ാം നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് കണ്ടു. അമ്മച്ചിയെ, ഞാൻ പോവുകയാ കേട്ടോ. എന്നെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ആൾ വന്നു. ആ ആളിൻ്റെ കൂടെ ഞാൻ പോയി എന്ന് ചാച്ചനോട് പറഞ്ഞാൽ മതി. നിങ്ങൾ 2 പേരും എന്നെ പ്രാകുകയൊന്നും ചെയ്തേക്കരുത്. ഞാൻ എൻ്റെ ആഗ്രഹത്തിന് തിരഞ്ഞെടുത്ത വഴിക്ക് പോകുന്നു എന്നേ ഉള്ളൂ. നീ എന്നതാ പെണ്ണെ ഈ പറയുന്നത്? എനിക്ക് വ്യക്തമായി കേൾക്കത്തില്ല. ഞാൻ അങ്ങോട്ട് വരാം. നീ അവിടെ നിൽക്ക്. ആരാണ് അവിടെ വന്നത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ആൻസിയെങ്ങാനുമാണോടി? അവളുടെ കൂടെയാണോ പുറത്തേക്ക് പോകുന്നത്? അമ്മച്ചി ഇങ്ങോട്ട് വരണമെന്നില്ല. ഞാൻ പുറത്തേക്കിറങ്ങി പോവുകയാണ് എന്ന് മാത്രം. ഇനി എപ്പോൾ തിരിച്ചിങ്ങോട്ട് വരും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വന്നില്ല എന്നും വരും. കയ്യിൽ പിടിച്ച കറിക്കരിയാനുള്ള കത്തിയുമായിട്ടാണ് അക്കാമ്മ പുറത്തേക്ക് വന്നത്. നീ ഇത്രയും അകലെ നിന്ന് പറയുന്നതൊന്നും എനിക്ക് അടുക്കളയിൽ കേൾക്കത്തില്ല. കേൾവിയും കുറഞ്ഞു കാണും ചിലപ്പോൾ. നീ എങ്ങോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്? നീ എന്തിനാ വേഷമെല്ലാം മാറി നിൽക്കുന്നത്? കയറിപ്പോടി പെണ്ണെ അകത്ത്. ഞാൻ ആരുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചുവോ ആ ആളാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നത് എന്നാണ് അമ്മച്ചിയോട് വിളിച്ചു പറഞ്ഞത്. ഇനിയിപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് കയറിയിരിക്കാൻ അമ്മച്ചി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ കയറില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇറങ്ങാൻ നേരത്തുകൂടി അമ്മച്ചിയോട് അനുസരണക്കേട് കാണിക്കരുതല്ലോ. അത് കാണിക്കാതിരിക്കാൻ അങ്ങനെ ഇനിയും അമ്മച്ചി പറയാതിരിക്കുക. അമ്മച്ചിയുടേത് നല്ല മനസ്സാണെന്ന് എനിക്കറിയാം. ഞങ്ങളെ മനസ്സുകൊണ്ടെങ്കിലും അനുഗ്രഹിക്കുക.
നീ മണ്ടത്തരമൊന്നും കാണിക്കല്ലേ പെണ്ണേ. ചാച്ചൻ അറിഞ്ഞാൽ നിങ്ങളെ രണ്ടിനെയും വെച്ചേക്കില്ല. പോക്രിത്തരം കാണിക്കുന്നതിന് ഒരു പരിധി വേണം കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ചാച്ചൻ വിവരമറിയും. അതിനുള്ള സകല സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിട്ടാണ് അങ്ങേരവിടെ ഇരിക്കുന്നത്. അല്ലാതെ എന്നെ മാത്രം വിചാരിച്ചിട്ടല്ല. ഏതായാലും കൂടുതൽ സമയം വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ ഞാനില്ല. ചാച്ചന് വേണമെങ്കിൽ ചെയ്തു കൊള്ളട്ടെ, കുഴപ്പമില്ല. കൊല്ലാനാണ് തീരുമാനമെങ്കിൽ രണ്ടിനെയും ഒരുമിച്ച് കൊന്നേക്കുക. മരണത്തിലേ വേറെ പിരിയാൻ ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ഒരുമിച്ച് എന്ന് തീരുമാനിച്ചതുകൊണ്ട് അങ്ങനെ തന്നെയേ ചെയ്യാൻ ഉദ്ദേശമുള്ളൂ. ഏതായാലും ഞാൻ പോകുന്നു. അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ റിൻസി ഇറങ്ങി വന്ന് ഗേറ്റ് തുറന്ന് സോജൻ്റെ കൂടെ അവരുടെ വാഹനത്തിൽ കയറി. കണ്ണു തുടച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയുടെ മുഖമാണ് വണ്ടിയിലിരുന്ന് നോക്കിയപ്പോൾ റിൻസി കണ്ടത്. അവൾക്ക് വല്ലാതെ വിഷമം തോന്നി. താൻ ഇങ്ങനെ പോകേണ്ടവളല്ലായിരുന്നല്ലോ. ഇനി എന്തൊക്കെ നടക്കാനിരിക്കുന്നു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർത്തേക്കണേ. അവരും കൂടി കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേട്ടുകൊള്ളട്ടെന്ന്. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. തുടർന്നു വരുന്ന 2 ഭാഗങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ നോവൽ അവസാനിക്കും. പിറ്റേ ദിവസം തന്നെ അടുത്ത കഥ ആരംഭിക്കും. പുതിയ കഥയുടെ പേര് കൊലയാളി എന്നാണ്. ക്രൈം നോവലാണ്. കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ.